ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആഗമനകാലത്തിന് വിരാമമിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു ഈ ആഘോഷം അർത്ഥവത്താകാൻ, ഇതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഏവർക്കും ലഭിക്കുന്നതിന്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിലും നമ്മൾ കേട്ട വചനഭാഗങ്ങളുടെ വെളിച്ചത്തിലും ഏതാനും കാര്യങ്ങൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആരാണ് യേശു ക്രിസ്തു. യേശുവിൻ്റെ ജന്മത്തിരുന്നാളാണല്ലോ. യേശുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് കാണാൻ സാധിക്കും, ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങൾ വായിച്ചാൽ അവിടെ കാണുന്നത് പൗലോസ് പറഞ്ഞൊരു കാര്യം, യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുന്നു. ഇത് കുറേ വർഷങ്ങൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ? യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയൊന്നിനും ഞാൻ വില കൽപ്പിക്കുന്നില്ല. എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് യേശുവാണ്, യേശുവിലുള്ള രക്ഷയാണ്, യേശുവിലുള്ള ജീവിതമാണ്. നമുക്കറിയാം, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പോലും ആരാണിത്? ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക യേശുവിനോട് ഐക്യപ്പെട്ടുള്ള ഒരു ജീവിതം, യേശുവിനെ സ്വന്തമാക്കിയുള്ള ഒരു ജീവിതം. അതിന് യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം. നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ പേരറിയാം, യേശു ദൈവപുത്രനാണെന്നറിയാം. അറിയാം, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി പിറന്നതിൻ്റെ ആ ഒരു ആഘോഷത്തിലാണ് നാം എല്ലാവരും. പക്ഷെ ഇതാണോ ബൈബിൾ പരമായിട്ട് ചിന്തിക്കുമ്പോൾ അറിവ്? അല്ല എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കും. മറിയം പറഞ്ഞൊരു കാര്യമുണ്ട്, പുരുഷനെ അറിയാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനുമായിട്ടുള്ള സഹവാസം, ആ രീതിയിൽ ചിന്തിച്ചാൽ നമ്മൾ എത്ര പേര് യേശുവുമായിട്ട് സഹവസിച്ച് ജീവിക്കുന്നവരാണ്, യേശുവുമായിട്ടൊരു വ്യക്തിബന്ധം പുലർത്തി ജീവിക്കുന്നവരാണ്, അതിനാവശ്യമായിട്ടുള്ള അറിവ് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? മദർ തെരേസ യേശുവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, നമുക്ക് ബേത്ലഹേമിലേക്ക് നോക്കി അവിടെ നിന്നും കാൽവരി മല വരെ യാത്ര ചെയ്താൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത്, നമ്മെ സമ്പന്നരാക്കാൻ ദരിദ്രനായി തീർന്നവനാണ് യേശു ക്രിസ്തു. 2 കൊറിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം വായിച്ചാൽ അവിടെയും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. സകലത്തിൻ്റെയും ഉടയവനായ കർത്താവ് നമ്മെ പ്രതി ദരിദ്രനായി. ആർക്കാണ് ഇഷ്ടമുള്ളത് ദരിദ്രനാകാൻ? ആർക്കാണ് ഈ ഒരുപക്ഷെ ത്യാഗങ്ങളും ക്ലേശങ്ങളും എടുക്കാനുള്ള മനസ്സ്? ആർക്കാണ് ഇന്ന് ശരിക്കും സ്നേഹത്തിൻ്റെ അവതാരമായി മാറാനുള്ള താല്പര്യമുള്ളത്? അതിനൊക്കെ ഒരുപാട് വില കൊടുക്കണം. അപ്പം അതുകൊണ്ട് അതെല്ലാം വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഒഴിവാക്കി നമുക്ക് യേശുവിനെ അറിയാമോ? അറിയാം. പള്ളിയിൽ പോകുന്നുണ്ടോ? പള്ളിയിൽ പോകുന്നുണ്ട്. പ്രാർത്ഥനയുണ്ടോ? അതൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ആശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ശരിക്കും അറിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. അവിടെ പിന്നെ ബാഹ്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് കാണിച്ചു നടക്കുന്നതിലല്ല എൻ്റെ ശ്രദ്ധ. ഞാൻ അറിഞ്ഞ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുക്കണം. യേശുവിന് പ്രീതികരമായിട്ടുള്ള ആ ഒരു ജീവിതം കാഴ്ചവെക്കാൻ എനിക്ക് പറ്റണം. ആരാണ് യേശു എന്നറിയാൻ ഏതാനും വചനഭാഗങ്ങൾ നമ്മൾ എടുത്താൽ മതി. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ചെറിയ സന്തോഷമൊക്കെ അല്ലാത്തടത്തുമൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരും. ചെറിയ സന്തോഷമൊക്കെ ഈ ലോകത്തിൽ പലതും നേടുമ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരും. പക്ഷെ ഈ പറഞ്ഞ വലിയ സന്തോഷം അത് കിട്ടണമെങ്കിൽ യേശുവിനെ അറിഞ്ഞ് യേശുവിനെ സ്വന്തമാക്കി അവൻ്റെ സ്വന്തമായിട്ട് നമ്മൾ ജീവിക്കണം. അതിനുള്ള വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മളെല്ലാവരും ചെറിയ ചെറിയ സന്തോഷങ്ങൾ പല പ്രാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ സന്തോഷത്തിൻ്റെ ഉടമകളായി മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി എന്തും വരട്ടെ, ആ സന്തോഷം വെടിയാതെ നമുക്ക് കർത്താവിലുള്ള നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വലിയ സന്തോഷത്തിൻ്റെ ലോകമാസകരമുള്ള സകല ജനത്തിനും വേണ്ടിയുള്ള
വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് യേശു ക്രിസ്തു. രണ്ടാമതൊരു കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ബൈബിളിൽ ഏതാണ്ട് 1500-ൽ പരം പ്രവചനങ്ങൾ കാണാൻ പറ്റും. ഇതിൽ 300ഓളം പ്രവചനങ്ങൾ യേശുവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവചനമാണ് ഇമ്മാനുവൽ പ്രവചനം. ഇന്ന് സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടതാണ്. ഈ ഇമ്മാനുവൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. ആ യേശുവിൻ്റെ ജനന തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 7-ാം അധ്യായം 14-ാമത്തെ വചനം, ഇമ്മാനുവൽ പ്രവചനം. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 1:22 മുതൽ വായിച്ചാൽ അവിടെയും നമ്മൾ കാണുന്നു ഈ ഇമ്മാനുവൽ പ്രവചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിൽ യേശു നമ്മുടെ ഇടയിൽ വന്ന് വസിച്ചു, അവൻ്റെ പ്രകാശം നമ്മൾ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഇമ്മാനുവൽ പ്രവചനം, അതിൻ്റെ പൂർത്തീകരണം യേശുവിൽ സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ പഠിക്കണം. ബൈബിളിൽ നൽകപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും. ബൈബിളിൽ നമ്മൾ കാണുന്ന വാഗ്ദാനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. അങ്ങനെ ഒരു ബോധ്യമുള്ളവർക്ക് സഹനങ്ങൾ വരുമ്പോഴേ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസ്സാരമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യേശു ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് യോഹന്നാൻ 4:25. അവിടെ നമ്മൾ കാണുന്നത് ഒരു സമറിയാക്കാരി സ്ത്രീ, അവൾ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, എനിക്കറിയാം, പ്രവചന ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, മെശിഹ, പിന്നെ ഒരു ഹൈഫന, മെശിഹ ക്രിസ്തു, അവൻ വരും, അവൻ വന്ന് കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തും. നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ട് പദങ്ങൾ യേശുവിന് നൽകപ്പെട്ടിരിക്കുന്ന പദങ്ങളാണ്. മെശിഹ അത് ഹീബ്രു പദമാണ്. മെശിഹ എന്ന് പറഞ്ഞാൽ മെസ്സായ, അഭിഷിക്തൻ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് പദമാണ്, രക്ഷിക്കുന്ന ദൈവം. യേശു ക്രിസ്തുവിന് ഹെബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും നൽകപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഇത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ പറഞ്ഞയാളാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. സമറിയക്കാരിക്ക് എന്താ സംഭവിച്ചത്? നമ്മളൊക്കെ കുർബാന കഴിഞ്ഞ് പോകുന്നത് പോലെയല്ല സമറിയക്കാരി ഇത് കഴിഞ്ഞ് പോയത്. ഈ ഒരു കാര്യം അവൾ വിശ്വസിച്ചു, ഏറ്റെടുത്തു. അവൾക്ക് ചെയ്യാൻ പറ്റിയത്, അവൾ കൊണ്ടുവന്ന് വെള്ളം കോരാൻ കൊണ്ടുവന്ന് പാളയും കയറും കോരിയ വെള്ളവും സകലതും അവിടെ ഇട്ടിട്ട് അവൾ ഓടുന്നത് കാണാൻ പറ്റും. കാരണം അവൾ അറിഞ്ഞ് യേശുവിനെ അവൾക്ക് ലോകത്തെ അറിയിക്കണം. അങ്ങനെ ഒരു തീഷ്ണതയിൽ ഓടുന്ന ഒരു സാധാരണ സ്ത്രീയെ നമ്മളിവിടെ കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഒരു ബലിയർപ്പണത്തിൽ കണ്ടാൽ, യേശുവിനെ ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ അനുഭവിച്ചാൽ പഴയതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ തണുപ്പം മട്ടൊക്കെ മാറിയിട്ട് കർത്താവിന് വേണ്ടി തീഷ്ണതയുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറും. അതിലേക്കുള്ള ഒരു ക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് നമ്മൾ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം. രണ്ടാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന ഒരു തിരിച്ചറിവ്. ഇതില്ലെങ്കിൽ മരണം വരെ നമ്മൾ കുറേ രോഗശാന്തിക്ക് വേണ്ടിയോ ജോലി കിട്ടുന്ന കാര്യമോ വിദേശത്ത് പോകുന്ന കാര്യമോ സ്ഥലം വിൽപ്പന, വാങ്ങല്, വാഹനം വാങ്ങല്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് മരണം വരെ നമ്മൾ ആ പ്രാർത്ഥനയായിട്ട് മുമ്പോട്ട് പോകും. ശോചനീയമായിരിക്കും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ശോചനീയമെന്ന് പറയേണ്ടി വരും, ഇത്രയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളെങ്കിൽ. കാരണം ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യേശു എന്തിന് ഈ ലോകത്തിലേക്ക് വന്നു. ഒന്നാമത്തെ കാര്യം, പിതാവായ ദൈവം ആരെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം എടുത്താൽ, പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആരെന്ന് പിതാവിനുമേ അറിയൂ. അപ്പം അറിയണ്ടേ, ഈ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ് പിതാവായ ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റുക. യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പഠനങ്ങൾ ഒക്കെ പരിശോധിച്ചാൽ പിതാവായ ദൈവത്തെക്കുറിച്ച് യേശു കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവമാണ് പിതാവായ ദൈവം.
വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുന്ന ദൈവമാണ് പിതാവായ ദൈവം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സകലരുടെയും രക്ഷ കൊതിക്കുന്ന ഒരു ദൈവമാണ് പിതാവായ ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 1 തീമോത്തി 2:4 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സത്യമറിയണം, രക്ഷ പ്രാപിക്കണം. സത്യമറിയാതെ രക്ഷപ്പെടാൻ നമുക്ക് പറ്റത്തില്ല. ഇനി അതുകൊണ്ട് സത്യമറിഞ്ഞ് രക്ഷ പ്രാപിക്കണം. ആരാണ് പിതാവെന്ന് നമ്മൾ അറിയണം, ആരാണ് പുത്രനായ യേശുവെന്ന് നമ്മൾ അറിയണം. യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. കുറച്ച് ചാരിറ്റി കൊടുത്ത് സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നവര് ഒരുപാട് ചാരിറ്റി, ഒരുപാട് നന്മകളൊക്കെ ചെയ്തേക്കാം. പക്ഷേ അതിൻ്റെ പേരിലല്ല നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടത്. കാരണം വചനം പറയാണ്, പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇന്ന് പലരും കുർബാനയ്ക്ക് പോയാൽ തന്നെ അവരുടെ മനസ്സിലിരിക്കുന്നത് ഈ പ്രസംഗവും കാര്യങ്ങളൊന്നും ഇല്ലാതെ എത്രയും വേഗം ഒരു ഷോർട്ട് കുർബാന ചൊല്ലി അങ്ങ് വിടുവായിരുന്നെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിരുന്നു. പിന്നെ എവിടെ നമ്മൾ പിതാവായ ദൈവത്തെക്കുറിച്ച് അറിയും? എങ്ങനെയാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുക? അതിനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്താതെ, അതിനുള്ള വില നമ്മൾ കൊടുക്കാതെ നമുക്കെങ്ങനെ ദൈവത്തെ അറിയാൻ പറ്റും? ദൈവത്തെ അറിയാതെ നമുക്കെങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും? നിത്യജീവൻ എന്താണെന്ന് കൃത്യമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കാണുന്നു 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 11-12 വചനങ്ങൾ വായിച്ച, ഇതാണ് ആ സത്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവർക്ക് ജീവനുണ്ട്, സ്വന്തമാക്കാത്തവർക്ക് ജീവനില്ല. നമ്മൾ കാണുന്നുണ്ട്, ഇന്ന് പ്രേമത്തിൽ ചാടി ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കിട്ടണം എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അവരോടൊരു പ്രേമം തോന്നിയത്? എന്തുകൊണ്ടാണ് അവരോട് ഒരടുപ്പം തോന്നിയത്? അവർക്ക് വേണ്ടി വന്നാൽ ഞാൻ മരിക്കും എന്ന് പറയാൻ സാധിച്ചത് അവരെ അറിഞ്ഞതുകൊണ്ടാണ്. അപ്പം നമ്മൾ ദൈവത്തെ അറിയുകയാണെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി മരിക്കാനും നമ്മൾ തയ്യാറാകും. ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ ആ ദൈവത്തെ പ്രണയിക്കാനുള്ള ആ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇതൊക്കെയാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അപ്പം അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ്, പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും അറിഞ്ഞ് ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതാണ് നിത്യതയുടെ അച്ചാരമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ ഹൃദയത്തിൽ ഏറ്റി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. ഇനി സദ്വാർത്തയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടുന്നത് വളരെ നല്ലതായി. യേശു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അവതാരമാണ്. ഇന്ന് ഈ സ്നേഹം കിട്ടാതെ, ഈ സ്നേഹത്തിന് വേണ്ടി കൊതിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി പേരുടെ ഫോൺ കോള് എന്തിനു വേണ്ടിയാ? ഇച്ചിരി സ്നേഹം കിട്ടാൻ വേണ്ടി. ഒത്തിരി പേരുടെ പരക്കം പാച്ചിൽ എന്തിനു വേണ്ടിയാ? ഇച്ചിരി സ്നേഹം, ഇച്ചിരി അംഗീകാരം കിട്ടാൻ വേണ്ടി. ഇനി അതിനു വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കാണുകയാണ്, സ്നേഹത്തിൻ്റെ അവതാരമായി ഈ ലോകത്തിലേക്ക് വന്നത് യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, യോഹന്നാൻ 15:15, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വേലക്കാരെന്നൊന്നും അല്ല, സ്നേഹിതർ. നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഈ സ്നേഹവും അംഗീകാരവും കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തിരിയേണ്ടത് ആരിലേക്കാണ്? യേശുവിലേക്ക്. പക്ഷെ ഇന്ന് പലരുടെയും പ്രേമവും പലരുടെയും ജീവിത ശൈലികളും ദൈവത്തിന്, യേശുവിന് വില കൊടുക്കാതെ കണ്ട്, അവനോട് ചേർന്നിരിക്കുന്നതിന് യാതൊരു താല്പര്യവും കാണിക്കാതെ കണ്ട് ലോകത്തിൻ്റെതായ വഴികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് സ്നേഹം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ലോകത്ത് കാണാൻ പറ്റും. ഞാനിവിടെ ഈ കാരിസ്മയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുടെ അവസ്ഥകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഇത്രയും നമ്മൾ പുരോഗമിച്ചിട്ട്, വിദ്യാഭ്യാസം നേടിയിട്ട് ഇന്ന് ശരിക്കും ആത്മീയ സമ്പത്തിന് വേണ്ടി യാതൊരു ചിന്തയില്ലാതെ ലൗകിക സമ്പത്ത് അത് മാത്രം മതി. എത്രയോ മാതാപിതാക്കളുടെ അവരുടെ പേരിലുള്ള സ്വത്തൊന്ന് സ്വന്തം പേരിലേക്ക് ആക്കി കിട്ടാൻ വേണ്ടി അല്പം സ്നേഹപ്രകടനം, അല്പം ഫുഡ്, ഇതെല്ലാം കൊടുത്തിട്ട് അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ ചപ്പ് ചവറ് പോലെ
കരുതുന്ന മക്കള്, സ്നേഹത്തിന് എന്തെങ്കിലും മൂല്യം, എന്തെങ്കിലും വില അവരുടെ ജീവിതത്തിലോ അവരുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ? പ്രഭാഷകൻ 7-ാം അധ്യായം 27-28 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ മരണം വരെ പൂവിട്ട് പൂജിച്ചാലും അവര് നമുക്ക് നൽകിയ ദാനത്തിന് പ്രതിഫലമാകില്ല. അപ്പൊ പിന്നെ അവരെ വേദനിപ്പിക്കുകയും കൂടെ ചെയ്താലോ, അവരെ നമ്മൾ അവഗണിച്ചാലോ, അവരെ നമ്മൾ പീഡിപ്പിച്ചാലോ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന കാര്യം നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. പ്രഭാഷകൻ 3-ാം അധ്യായം, ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ബഹുമാനിച്ച് അംഗീകരിച്ചാൽ ഉണ്ടാകാവുന്ന നേട്ടം, അവർക്കെതിരെ പോയാൽ നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളകാനും സാധ്യതയുണ്ടെന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നേഹത്തിൽ ജീവിക്കാൻ പലർക്കും പറ്റാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15-16 വചനങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇനി അവിടെ 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം കണ്ണുകളുടെ ദുരാശ. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയലിസം, ഐഹിക ഭോഗാസക്തി, മെറ്റീരിയലിസം. ഇത് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ ഒന്ന് കരുതാൻ പറ്റുന്നില്ല. എൻ്റെ ഐഹിക ജീവിതം, എൻ്റെ ജീവിത സുഖം, എനിക്കത് മാത്രം മതി, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ജഡത്തിൻ്റെ ദുരാശ. അതിന് ഇംഗ്ലീഷ് പദം കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ഹെഡോണിസം. ഹെഡോണിസം എന്ന് പറഞ്ഞാൽ സുഖഭോഗം, സുഖേച്ഛ, അതിൽ മുഴുകി കഴിയുന്ന ആൾക്കാർ. എൻ്റെ സുഖം, എൻ്റെ സൗകര്യം, അത് വിട്ടിട്ട് ആരും എന്നിൽ നിന്നൊരു സഹായം പ്രതീക്ഷിക്കേണ്ട എന്ന് ചിന്തിച്ച് അതുപോലെ സ്വാർത്ഥമതികളായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. 3-ാമത്തെ കാര്യമാണ് ജീവിതത്തിൻ്റെ അഹന്ത. ഇംഗ്ലീഷിൽ അതിന് പറഞ്ഞിരിക്കുന്നത് ഈഗോയിസം. ഈഗോയിസം, അഹംഭാവം. അത് വേണമെങ്കിൽ നമ്മുടെ നോട്ടത്തിൽ വരാം, സംസാരത്തിൽ വരാം, പെരുമാറ്റത്തിൽ വരാം, ഡ്രസ്സിങ്ങിൽ വരാം. വേണമെങ്കിൽ നമുക്ക് അഹങ്കാരം നെക്ലേസ് പോലെ ധരിച്ച് നടക്കാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം 73-ന്റെ 6-ാമത്തെ വചനത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ വേര് പാകിയിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. സ്നേഹത്തിൻ്റെ അവതാരമായ യേശുക്രിസ്തുവിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിച്ചെന്ന് പോലും വരില്ല. പറയുണ്ട്, യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് യേശു തരുന്ന, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പ്രഘോഷണം തരുന്ന ആ സന്ദേശം ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർക്ക് യേശുവിൻ്റെ ജനനത്തിൻ്റെ എല്ലാ സൽഫലങ്ങളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അതിനൊന്നും എന്നെ കിട്ടില്ല, എനിക്ക് എൻ്റെ സുഖജീവിതം മതിയെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നവര്, എൻ്റെ ജഡസുഖം എനിക്ക് മതിയെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നവർക്ക് യേശു ഒരിക്കലും സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്തയായിട്ട്, അല്ലെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് അവരിൽ മാറില്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുവാനുള്ള ഒരാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർത്ഥവത്തായിട്ട് നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിച്ച് യേശുവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പേരിലും കാരിസോവിൻ്റെ പേരിലും ക്രിസ്മസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും മംഗളങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.